Hey guys, ഇന്നത്തെ വീഡിയോ ഞാൻ പൊതുവെ ചെയ്യാത്തതും ഞാൻ ഒരൊറ്റ തവണ എന്തോ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സാധനമാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. ഞാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ബാഗൊക്കെ തൂക്കി പലയിടത്തൊക്കെ പോകാൻ തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ എല്ലാം പോക്കറ്റിനകത്ത് എടുത്തിട്ടുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഞാനൊരു ലാപ്ടോപ്പ് ഒന്നും ഉപയോഗിക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ ഞാൻ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മുടെ ബാഗ്. യെസ്, ഇതാണ് നമ്മുടെ ബാഗ്. സോ ഈ ബാഗിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ OnePlusൻ്റെ അഡ്വഞ്ചറസ് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. 5000 റുപ്പീസാണ് എൻ്റെ വില. ഇതിന് 2-3 കളറുണ്ട്. വൈറ്റ് കളർ ഭയങ്കര രസമാണ് കാണാനായിട്ട്, പക്ഷെ പെട്ടെന്ന് അഴുക്കാവും. ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. കണ്ടോ, എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇത്രേ ആവുള്ളൂ. ഈ ഗർഭിണി ആവുന്ന ബാഗ് അറിയാവോ, ചില ബാഗുകളുണ്ട് നമ്മൾ ചെറുതായിട്ട് സാധനം വെച്ചാലും അത് ഇങ്ങനെ വലുതായി വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വളരെ ഒതുങ്ങി നിൽക്കുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗ് എന്നുള്ള നിലയ്ക്കാണ് ഇതെടുത്തത്. നമ്മുടെ പുറകെ വേദന എടുക്കാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് അവർ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ ഗുണമൊന്നുമില്ല, നല്ല വേദനയൊക്കെ എടുക്കും. ഒരുവിധം ഒരു 2-3 മണിക്കൂറൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഡൽഹിക്ക് പോയപ്പോൾ ഞാനിത് കൊണ്ടുപോയി ലൈക്ക് ഒരു ലോങ് ടേമിൽ തൂക്കിക്കൊണ്ട് നടക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം നമുക്കിതിനകത്തുള്ള ക്യാബിൻസ് അല്ലെങ്കിൽ എത്ര അറകളുണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2 ഒരു ലാപ്ടോപ്പ് സെക്ഷൻ, പിന്നെ നമുക്ക് വേറൊരു ചെറിയൊരു സെക്ഷൻ, പിന്നെ 2 സൈഡിലായിട്ട് വാട്ടർ ബോട്ടിൽ വെക്കാനായിട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ചെറിയ സെക്ഷൻസ് ഉണ്ട്, പാർട്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഐ വോണ്ട് സേ ഒരു ബെസ്റ്റ് സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗ് എന്ന് 5000 രൂപയ്ക്ക്, ബട്ട് ലുക്ക് വൈസ് ആൻഡ് മെറ്റീരിയൽ വൈസ് കൊള്ളാം. സോ നമ്മുടെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഈ ചെറിയ അറയാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഹെഡ്ഫോൺസ് എല്ലാം ഇടുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് എത്ര ഫോണിടാ, എത്ര ഹെഡ്ഫോൺ ഇടാ. സോ ഞാൻ ഡെയിലി ഡ്രൈവറായിട്ട് എപ്പോഴും എൻ്റെ കൂടെ കാണുന്നത് 3 ഹെഡ്ഫോൺസാണ്. വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല. നല്ല മെറ്റീരിയലാണ് കേട്ടോ എൻ്റെ അകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ സോണിയുടെ XM5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ടിങ് ഇയർബഡ്സ് ആണ്. നിങ്ങൾക്ക് സിനിമ കാണാനും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ ഭയങ്കര നല്ലതാണ്. കംഫർട്ടും കൊള്ളൂല, അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഹെഡ്ഫോൺസിൻ്റെ മൈക്കും പോരാ, അത്ര വൃത്തിയുടെ മൈക്കാണ്. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ബട്ട് ക്വാളിറ്റി വൈസ്, അത് സൗണ്ട് ക്വാളിറ്റി വൈസ് വെരി ഗുഡ്, വെരി ഗുഡ്. ബാറ്ററി ബാക്കപ്പും അന്യായമാണ്. പ്രൈസ് അറൗണ്ട് ഒരു 30,000 റുപ്പീസ് അടുപ്പിച്ചെന്തോ ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. അടുത്ത് OnePlus Buds 3. ഇത് റീസെൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. എന്തുകൊണ്ട് ഞാൻ OnePlus Buds 3 ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. OnePlus Buds 3യുടെ കാര്യം പറയുമ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല കംഫർട്ടും വളരെ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയാണ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ലൈറ്റ് വെയ്റ്റുമാണ്. ഈ 2 ഹെഡ്ഫോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി വെയിറ്റ് ഉണ്ടാവും, ഇത് അത്ര വെയിറ്റ് ഇല്ല. ആൻഡ് നല്ല ബാക്കപ്പും ഉണ്ട്. ഫൈനലായിട്ടുള്ള ഇയർബഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ Gen 2. ഇതൊരു Type-C പോർട്ട് വരുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലൊരു ലൈറ്റ്നിങ് ഉണ്ടായിരുന്നു. ലൈറ്റ്നിങ് പോർട്ടുള്ളതിനെ ഞാൻ മാറ്റിയിട്ട് Type-C പോർട്ടാക്കി. ബിക്കോസ് ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിനകത്ത് മെയിനായിട്ടൊരു വലിയൊരു അറയാണുള്ളത്. വലിയൊരു കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ഓപ്പണാക്കുക. സോ ഓപ്പണാക്കുന്ന സമയത്ത് നമ്മളെ വെൽക്കം ചെയ്യുന്നത് എൻ്റെ നോട്ട്ബുക്ക്. ഇതാണ് എൻ്റെ നോട്ട്ബുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഫേവറേറ്റ് പേനയും കൂടിയുണ്ട്. ഇതാണ് പേന. ഇതേപോലെ ഇഷ്ടം പോലെ പേനകൾ ഈ വീട്ടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കും. എനിക്ക് എഴുതാൻ അത്ര ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷേ ഞാൻ എഴുതുന്നെങ്കിൽ ഈ ഒരു പേനയെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര നല്ല പേനയാണ്. യൂണിബോളിൻ്റെ ഐ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം, മിസ്റ്റ് വിഷിയുടെ പേനയാണ്. സാധനം മിസ്റ്റ് വിഷിയാണ്. യൂണിബോൾ ഐ ഫൈൻ എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടോ, ഫൈൻ. ലുലുവിലാണ് ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജപ്പാൻ ബിൽഡായിട്ടുള്ള ഒരു പേനയാണ്. എൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. ഭയങ്കര രസമാണ്, ഭയങ്കര കട്ടിയുമാണ്. ഐ ലവ് ഇറ്റ്. ഡ്രോയിങ് ബുക്കാണ് എൻ്റെ നോട്ട് ബുക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ പഠിത്തവും ഞാൻ എഴുതി പഠിച്ചതും വരച്ച് പഠിച്ചതും കണ്ടൻറ് എഴുതിയതും എല്ലാം ഇതിനകത്ത് തന്നെ. ഒരു നോർമൽ ബുക്ക്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പേന വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ഗുഡ്. അടുത്ത് എൻ്റെ ഫോൺസ്. എനിക്ക് 3 ഫോണുണ്ട്. ഒരു ടെക് യൂട്യൂബറിന് വാട്ട് യു ക്യാൻ എക്സ്പെക്റ്റ്. സോ ഒന്നാമത്തത് എൻ്റെ പേഴ്സണൽ ഫോൺ. പേഴ്സണൽ മീൻസ്
ഇതിനകത്ത് ആകെ കൂടിപ്പോയൊരു 3 കോൺടാക്റ്റ് കാണും. അതിനപ്പുറം വേറെ കോൺടാക്ട്സും കാര്യങ്ങളൊന്നുമില്ല. ഒരു വാട്സപ്പ് ഉണ്ട് ആപ്പ്, പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഐ യൂസ് എ ലോട്ട് ഓഫ് iMessage. ഞാൻ ആപ്പിളിൻ്റെ iMessage ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫേസ് ടൈം ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോണിനെ പറ്റി പറഞ്ഞില്ലല്ലോ, iPhone 15 Pro Max ആണ്, 256 GB ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫേസ് ടൈം 51%, ഇൻസ്റ്റഗ്രാം 20%, ഹോം ലോക്ക് സ്ക്രീൻ 12%, iMessage 4%. സോ 10 ദിവസത്തെ കണക്കാണ്. ഇതാണ് എൻ്റെ പേഴ്സണൽ ഫോൺ. സൂപ്പർ പേഴ്സണൽ, ഇതിനകത്ത് പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നൗ എൻ്റെ ഓഫീസ് ഫോൺ. ഇവിടുത്തെ ആടുജീവിതമാണ് ഈ ഫോണിന്. ഇത് OnePlus 12 ആണ്. ആൻഡ് ഇതുവരെ ലാഗോ ഒന്നും തന്നെ ആയിട്ടില്ല. നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതെൻ്റെ ഓഫീസ് ഫോണാണ്. എൻ്റെ ബിസിനസ്, ഓഫീസ് എല്ലാ സാധനങ്ങളും ഇതിനകത്താണ് വരുന്നത്. എൻ്റെ 100 ബാങ്കിങ് ആപ്ലിക്കേഷൻ എല്ലാം ഇതിൻ്റെ അകത്താണ് കംപ്ലീറ്റ് ആയിട്ട്. 2 SIM ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എൻ്റെ പേഴ്സണൽ ഫോൺ ബട്ട് ആൻഡ്രോയിഡ് വേർഷൻ S23 Ultra. എങ്ങനെ പോയാലും ഒരു 3 കോൺടാക്റ്റോ 4 കോൺടാക്റ്റോ ഒക്കെ കാണും. ഒരു 10 കോൺടാക്റ്റ് കൂട്ടിക്കോ, അത്ര തന്നെ ഇപ്പോഴും യൂസ് ചെയ്ത് വരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്. ബാറ്ററി നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണുകൾ. ഇത്രയാണ് എൻ്റെ ഫോണായിട്ട് വരുന്നത്. ഓക്കെ, ഇനി എൻ്റെ ആയുധം. ഇത് ആപ്പിൾ മാക്ബുക്ക് പ്രോ M2 Pro എഡിഷനാണ്. 1 TB ആണ് SSD വരുന്നത്. 1 TB സ്റ്റോറേജ് ഉള്ള വേർഷൻ. വൺ ഓഫ് ദ ഫൈനസ്റ്റ് ലാപ്ടോപ്പ്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, മ്യൂസിക് കേൾക്കാറുണ്ട്, സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാം. ഇതിനെക്കൊണ്ട് എടുപ്പിക്കാത്ത പണികളൊന്നുമില്ല. നല്ല അനായാസം, നല്ല എഫിഷ്യൻ്റായിട്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്യും. ആൻഡ് എൻ്റെ 2023 ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പർച്ചേസ് ആയിരുന്നു. 2,32,000 രൂപ എന്തോ ആയിരുന്നു ഞാൻ എടുത്ത സമയത്ത്. എൻ്റെ ആവശ്യത്തിന് ഇത് നല്ലതായിരുന്നു. 16 ഇഞ്ചാണ്. എൻ്റെ 14 ഇഞ്ചും അവൈലബിൾ ആണ്. ബട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് 16 ഇഞ്ചാണ് ഞാൻ പ്രിഫർ ചെയ്തത്. ആൻഡ് ഇതിൻ്റെ പുറത്ത് ഞാനൊരു കവർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ടോ, എന്നാൽ ആ ലോഗോ ഒന്നും കാണാൻ പറ്റാത്തത്. പുറത്തൊരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ഈ സാധനത്തിൻ്റെ ലുക്ക് ഞാൻ ഒരുമാതിരി കണ്ണാപ്പി ലുക്കാക്കിയാണ് വെച്ചേക്കുന്നത്. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി ഐഫോൺസിനും ഈ ലാപ്ടോപ്പിനും വേണ്ടിയിട്ടാണ് എയർപോഡ്സ്. OnePlus ഫോണിന് വേണ്ടിയിട്ടാണ് OnePlusൻ്റെത്. പിന്നെ S23ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോണി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോണിലാണ് ഞാൻ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ S23 Ultra ആയിരിക്കും ഞാൻ ഉപയോഗിക്കാറ്, മോസ്റ്റ് പ്രോബ്ലി. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അതായത് എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന കാര്യം ഇഷ്ടമല്ല. എൻ്റെ ആവശ്യം കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ലാപ്ടോപ്പ് മതി. എൻ്റെ ബിസിനസ് മൊത്തം റൺ ചെയ്യാനായിട്ട് ഈ ലാപ്ടോപ്പ് മതി. അതിൻ്റെ ഫോണുണ്ട്, 3 ഫോണുണ്ട്, പേഴ്സണൽ ഫോണുണ്ട്. ബട്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് പേഴ്സണൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാൻ ഭയങ്കര താല്പര്യമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫ് പേഴ്സണൽ. വേറൊരു ഫോൺ വയ്ക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ ഈ ബുക്ക് ചില സമയത്ത് എനിക്ക് ഈ നോട്ടൊക്കെ എടുക്കാനും കുറേ സാധനങ്ങളെ പ്ലാൻ ചെയ്യാനായിട്ട് എനിക്ക് ഡിജിറ്റലി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെറ്റാവില്ല. എനിക്കത് എഴുതിയാലേ പറ്റുള്ളൂ, വരച്ചാലേ പറ്റുള്ളൂ. എനിക്ക് ആ ഫിസിക്കൽ പേപ്പറാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വായിക്കുന്നതിലും എനിക്ക് ഫിസിക്കൽ ബുക്കാണ് ഏറ്റവും ഇഷ്ടം. സോ യെസ്, അപ്പോൾ ഇത്രയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനം മിസ്സായി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഈവൻ ഈ പേന വരെ, ഈ പേന മാറി വേറൊരു പേന ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. സോ ഇത്രയല്ലേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടല്ല. ഇല്ല. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ. വലുതായിട്ടൊന്നുമില്ല. നിങ്ങൾ കണ്ടല്ലോ, സിമ്പിൾ മനുഷ്യനാണ്. ഇത്രയും ഗാഡ്ജറ്റ് റിവ്യൂ ചെയ്തിട്ട് സിമ്പിളായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.